മാലിയിലെ ആളുണ്ടല്ലോ, എന്താണ്, മുഹമ്മദ് മൊയ്സു, അയാളെ ഇന്ത്യയെ അപമാനിച്ചു. ഒടുവിൽ മൊയ്സുവിന് ചൈന മതിയെന്നായി. നരേന്ദ്രമോദിയെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ച് പരിഹസിച്ചു. അങ്ങനെ ഇന്ത്യയിലെ വിനോദസഞ്ചാരികൾ തൽക്കാലം മാലിയിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു ലക്ഷദ്വീപ് തിരഞ്ഞെടുക്കുന്നു. ചൈനയാണെങ്കിൽ ആളെ നിങ്ങളുടെ നാട്ടിലേക്ക് വിടാമെന്ന് പറയേണ്ട ചൈനയും പണി കൊടുത്തു മാലിക്ക്. പിന്നീട് ഒടുവിൽ മുഹമ്മദ് മൊയ്സു വന്നിട്ട് നരേന്ദ്രമോദിയുടെ കാലു പിടിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇരിക്കട്ടെ, എന്തായിരുന്നാലും അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കുന്നതിനും തടസ്സം ഇപ്പോൾ നിൽക്കുന്നത് ചൈനയാണ്. പാക് അധീന കാശ്മീരിന്റെ വലിയ ഒരു ഭാഗം ചൈനയിലുണ്ട്, ചൈനയുടെ കൈവശമാണ്. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ 1963 ഒരു ഷക്സ്ഗാം എന്ന് പറയുന്നൊരു താഴ്വര, അവിടെ 5180 ചതുരശ്ര കിലോമീറ്ററാണ് അനധികൃതമായി ചൈനയ്ക്ക് വിട്ടു നൽകിയത്. 1962 യുദ്ധത്തിൽ ചൈന ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുത്ത അക്സായി ചിൻ പ്രദേശത്തിന് സമീപമാണിത്. മേഖല തങ്ങളുടെ സ്വന്തമല്ലാതിരുന്നു, ഭരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു ആദ്യം പാകിസ്ഥാൻ ന്യായീകരിച്ചു പറഞ്ഞത്. ഇതിന് പാകിസ്ഥാൻ അധികാരമില്ല എന്നാണ് ഇന്ത്യയുടെ വിശദീകരണം. അപ്പോൾ ആ ഭാഗം ഇനിയിപ്പോൾ ഇന്ത്യ ഈ സമയം മുതലാക്കി എടുക്കുമോ എന്നത് ചൈനയ്ക്കും പേടിയുണ്ട്, പാകിസ്ഥാനും പേടിയുണ്ട്. ചൈന ഈ പ്രദേശത്ത് കാറക്കോറം ഹൈവേ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നീട് അത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറി. അതുകൊണ്ട് അധിനിവേശ കാശ്മീർ തിരിച്ചെടുക്കുന്നതിന് ചൈന ഇന്ത്യയെ തടയാൻ സാധ്യതയുണ്ട്. കാരണം ചൈനയ്ക്ക് വലിയ രൂപത്തിൽ നഷ്ടം സംഭവിക്കും. കാശ്മീരുമായിട്ടുള്ള ഇസ്ലാമാബാദിന്റെ ബന്ധം കഴുത്തിലെ ഞരമ്പ് പോലെയാണ് എന്ന് പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. കാശ്മീരിനെ മറക്കാൻ പറ്റില്ല, അത്ര തന്നെ. കാശ്മീരി സഹോദരങ്ങളെ ഉപേക്ഷിക്കില്ല എന്നാണ് മുനീറ പറഞ്ഞത്. കാശ്മീരുമായിട്ട് പാകിസ്ഥാനുള്ള ഏക ബന്ധം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രദേശമാണ്. അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ തിരിച്ചടിച്ചു. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. എങ്ങനെയാണ് വിദേശ രാജ്യത്തിന് അവരുടെ കഴുത്തിലെ ഞരമ്പ് പോലെയാണ് എന്ന് പറയാൻ കഴിയുന്നത്? ഇന്ത്യയുടെ ചോദ്യമാണ്. ഇന്ത്യക്ക് നേരെ ഭീകരപ്രവർത്തനമുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന് എത്ര തവണ മുന്നറിയിപ്പ് നൽകി, അതിനിടയിലാണ് കേറി കാശ്മീരിനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അനുഭവവും കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പം പ്രദേശവാസികളെയാണ് കൂടുതൽ ഇന്റലിജൻസ് NIA വൃത്തങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ISIS അവർ പിന്തുണച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തൊയ്ബയുടെ ആസൂത്രണമായിരുന്നു. TRF, ലഷ്കർ ഇ തൊയ്ബ, അവരാണ് ഒരു ഓപ്പണായിട്ടൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത്. ഭീകരന്മാർക്ക് പ്രദേശത്ത് നിന്ന് തന്നെ സഹായം കിട്ടിയപ്പോൾ എളുപ്പമായി. അതായത് ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയുടെ ബന്ധം ഉറപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഏജൻസികൾ. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ സംഘടനയുടെ മറവിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയും ISIയും ചേർന്നിട്ടാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്ന് സ്ഥിരീകരിച്ചു. ISIയെ പിന്തുണച്ചു, ലഷ്കർ ഇ തൊയ്ബ ആസൂത്രണം ചെയ്തു, TRF നടപ്പാക്കി. രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം ഇതാണ്. ആക്രമണം ആസൂത്രണം ചെയ്തത് ലഷ്കർ ഇ തൊയ്ബയുടെ ഉന്നത കമാൻഡറായിട്ടുള്ള സൈഫുള്ള കസൂരിയ, അതുപോലെ ഇയാളുടെ സഹായികളായിട്ടുള്ള ഖാലിദ്, പാകിസ്ഥാൻ അധീന കാശ്മീരിലെ 2 ഭീകരന്മാര്, നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഭീകരാക്രമണം നടത്തിയത്. ഭീകരര് 1-ലധികം ബൈക്കുകൾ ഉപയോഗിച്ചു എന്നാണ് വിവരം. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് NIAക്ക് ലഭിച്ചിട്ടുണ്ട്. 2 സംഘമായി തിരിഞ്ഞ് AK-47 ഉപയോഗിച്ചിട്ടാണ് വെടിയുതിർത്തിരിക്കുന്നത്. നാട്ടുകാരെങ്ങനെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയത് എന്ന ചോദ്യത്തിന്റെ അർത്ഥമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പ്രദേശത്ത് നിന്നും സഹായങ്ങൾ കിട്ടിയിരിക്കും. ഉദ്ദേശം 8 മാസങ്ങൾക്ക് മുമ്പാണ്
കാശ്മീരിലെ വിനോദസഞ്ചാരത്തിന് പോയ അഭ്യസ്ത വിദ്യരും ഉന്നത നിലയിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള യുവ ദമ്പതികൾ തിരിച്ചെത്തി പിതാവിന് കാശ്മീരിൽ നിന്നുമുള്ള സമ്മാനങ്ങൾ നൽകുന്നത്. കാശ്മീർ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധേയമായി പറഞ്ഞ കാര്യം അവിടെയുള്ള ഇത്തരം തീവ്രവാദ ബന്ധത്തെ കുറിച്ചിട്ടായിരുന്നു. അതായത് ആ നാട്ടുകാരാണ് ചതിച്ചത്. ഈ ഭീകരർക്ക് വേണ്ടുന്ന വെള്ളവും വളവും കൊടുത്ത് ആ നാടിന്റെ ഭൂമിശാസ്ത്രം വരെ പഠിപ്പിച്ച് ഈ രൂപത്തിൽ ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്യാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയത് അവർ. അതുകൊണ്ടാണ് ജാർഖണ്ഡ് സ്വദേശി അടക്കം പാകിസ്ഥാന് നന്ദി പറഞ്ഞ് രംഗത്ത് വന്നത്. കാക്കായെ കൊണ്ടുപോയി എന്നത് നേരാണ്, ശരി. എന്തായിരുന്നാലും ശരി, ഒരുപാട് ആളുകൾ ഇതിന് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ രാജ്യം മുഴുവനും കണ്ണീരിൽ നിൽക്കുന്ന സമയത്ത് കൂട്ടക്കുരുതി ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ ആളുകൾ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്തും ആളുകൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ഈ രൂപത്തിൽ സൈബർ അറ്റാക്കിങ് ഉണ്ടാകും, അവർ പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ മുഹമ്മദ് നൗഷാദിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ജാർഖണ്ഡ് സ്വദേശിയാണ്, ബൊക്കാരോ സ്വദേശി മുഹമ്മദ് നൗഷാദ്. ഇയാൾ നിരപരാധികളെ കൊന്നൊടുക്കിയതിൻ്റെ പേരിൽ പാകിസ്ഥാൻ്റെ ഭീകര സംഘടനയ്ക്കും പാകിസ്ഥാനും ഒക്കെ നന്ദി പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. ഒരുപാട് പേരെ ഇയാൾ ടാഗ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെയാണ് ഇയാളിത് ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ അയാളുടെ വീട് ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളുകളെ കൊണ്ട് വളഞ്ഞത്. ഉടനെ തന്നെ ഒരു തിരിച്ചടി നൽകണം എന്നത് നരേന്ദ്രമോദിയുടെ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഓപ്പറേഷൻ ടിക്ക തുടങ്ങുന്നത്. ഓപ്പറേഷൻ ടിക്ക പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഉടനെ തന്നെ ഒരു തിരിച്ചടി കൊടുത്തിട്ടില്ലെങ്കിൽ അവര് അടുത്തത് ഒരു ശത്രുവിനെ അടിച്ചു തള്ളിയിട്ടു, ആ ശത്രു എഴുന്നേൽക്കാതിരിക്കണമെങ്കിൽ അടുത്ത അടി വീണ്ടും അടിക്കണം. ഈ തത്വമാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് അതറിയാം. അതുകൊണ്ടാണ് 2 പേരുടെ ജീവൻ എടുത്തിട്ട് ഫസ്റ്റ് തിരിച്ചടി ഓപ്പറേഷൻ ടിക്ക ബാരാമുള്ളയിലാണ് 2 പേരുടെ തലയ്ക്ക് ഓട്ടയിട്ടത്. അവരുടെ കയ്യിൽ നിന്നും ഒരുപാട് ആയുധങ്ങളും കണ്ടെടുത്തത് അങ്ങനെയാണ്. അപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള കാശ്മീരിലെ പ്രദേശങ്ങളുടെ നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിലായി. മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ സേന തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. തിരക്കേറിയ ടൂറിസ്റ്റ് സോണുകൾ, തെരുവുകൾ ഇന്ന് നിശബ്ദമായി കിടക്കുന്നു. നിരവധി വിനോദസഞ്ചാരികൾ അവരുടെ സന്ദർശനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു ഭയപ്പാടോടുകൂടി ഓടുന്നു. പല പ്രദേശങ്ങളിലും അധികൃതർ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാര സംഘടനകൾ, സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ ഇവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ബുധനാഴ്ച കാശ്മീർ താഴ്വരയിൽ സമ്പൂർണമായിട്ടുള്ള ബന്ദ് ആചരിച്ചു ജനങ്ങൾ. ബാരാമുള്ള, ശ്രീനഗർ, പൂഞ്ച്, കുപ്വാര ഇവിടൊക്കെ 1ലധികം ജില്ലയിലെ നിവാസികൾ പഹൽഗം ആക്രമണത്തിന് ഇരയായ ആളുകൾക്ക് അനുശോചനം അറിയിച്ച് മെഴുകുതിരി കത്തിച്ച ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏത് രൂപത്തിലുള്ള ചെയ്തിയെയും നമ്മൾ എതിർത്തേ മതിയാകും. എന്ത് വേണം? ഇപ്പോൾ